ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റിമോട്ടുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. പല ആൾക്കാരും കണ്ടിട്ടുണ്ട് റിമോട്ടിനകത്ത് ഇങ്ങനെ അടി കൊടുക്കുന്നുണ്ട്, ഇതുപോലെ അടി കൊടുക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട് റിമോട്ട് വർക്കിംഗ് അല്ല, അപ്പോൾ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം അതിനുള്ള കാരണം നോക്കാം. ഇതിനകത്തുള്ള സർക്യൂട്ട് ബോർഡോട് പവർ എത്താതെ വരുമ്പോഴാണ് ഇത്തരത്തിൽ വർക്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ തട്ടുന്ന സമയത്ത് ഈ കോണ്ടാക്റ്റുകൾ തമ്മിൽ ഒന്നുകൂടെ കണക്ഷൻ വരികയും അങ്ങനെ വരുമ്പോൾ വർക്ക് ചെയ്യുന്നതാണ് സാധാരണ സംഭവിക്കാറ്. അപ്പോൾ അങ്ങനെ കോണ്ടാക്റ്റ് വരാതിരിക്കുന്ന എപ്പോഴും ബാറ്ററി റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ എപ്പോഴും ഊരി മാറ്റുമ്പോൾ ഇത്തരത്തിൽ സംഭവിക്കുക. ആ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കുറയും. അതായത് ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യുന്ന സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കുറയുമ്പോഴാണ് ഇത്തരത്തിൽ കോണ്ടാക്റ്റ് കിട്ടാതെ വരിക. അപ്പോൾ നമ്മൾ തട്ടുന്ന സമയത്ത് അത് കോണ്ടാക്റ്റ് കിട്ടുകയും ആ സമയത്ത് റിമോട്ട് വർക്ക് ചെയ്യും. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ തന്നെ വീണ്ടും അതുപോലെ ആകുമ്പോഴാണ് വീണ്ടും തട്ടേണ്ടി വരുന്നത്. സോ അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടത് ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ട്യൂസറോ എന്തെങ്കിലും എടുത്തിട്ട് ഇത്തരം സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ ഒന്ന് കൂട്ടാം. അതിനൊന്നും ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാൽ സ്പ്രിങ്ങിൻ്റെ സെൻറ്റർ പോർഷനിൽ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് മേലോട്ട് ഒന്ന് വലിച്ച് വിടുക. അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഈ കുറച്ചുകൂടെ അതിൻ്റെ നോർമലി ഉള്ള സ്റ്റേറ്റിൽ നിന്ന് അതിന് കുറച്ചുകൂടെ ടെൻഷൻ കൂടി വരികയും നമുക്ക് ആ സ്പ്രിങ് കുറച്ചുകൂടെയൊക്കെ ഹൈറ്റ് കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ചെയ്തതിന് ശേഷം ബാറ്ററി റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്കൊരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യും. പെട്ടെന്നൊന്ന് റിമൂവ് ആവാത്ത രീതിയിൽ കിട്ടും. ഇത്തരത്തിൽ ടൈറ്റാക്കി മാത്രമേ സർക്യൂട്ട് ബോർഡ് പവർ എത്തി റിമോട്ട് പ്രോപ്പറായി വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ റിമോട്ടിൽ ബാറ്ററി എപ്പോഴും ഊരാതിരിക്കുക. അതിൻ്റെ കവർ ഉപയോഗിച്ച് അത് എപ്പോഴും സീൽ ചെയ്ത് വയ്ക്കുക, ഇടയ്ക്കിടയ്ക്ക് ഊരാതിരിക്കുക. അതുപോലെ ചില റിമോട്ടുകൾ ക്വാളിറ്റിയിലെ പ്രശ്നം കൊണ്ടും അങ്ങനെ വരാറുണ്ട്. പക്ഷേ നമ്മൾ ഒട്ടുമിക്ക ഇതുപോലെ ലൂസ് കോണ്ടാക്റ്റ് വരാറുള്ളതെല്ലാം ഇടയ്ക്കിടയ്ക്ക് അത് ബാറ്ററി റിമൂവ് ചെയ്ത് പല ആൾക്കാരും കണ്ട് സെറ്റപ്പ് ബോക്സിൻ്റെ റിമോട്ടിലെ ബാറ്ററി ടി വിക്കകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ പ്രോപ്പറായിട്ടൊരു ബാറ്ററി രണ്ടിനും വാങ്ങിച്ചിടുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല ബാറ്ററികൾ വാങ്ങിച്ചിടുക. അതാകുമ്പോൾ കുറച്ചധികം ലൈഫ് കിട്ടും. ഇത്തരത്തിൽ ഡുറാസെല്ലിൻ്റെ ആൽക്കലൈൻ ബാറ്ററികൾ വാങ്ങിച്ചിടുകയാണെങ്കിൽ കുറച്ചധികം ലൈഫ് നമുക്ക് കിട്ടും. അതുപോലെ സാധാരണ റിമോട്ടുകളിൽ എല്ലാം വരുന്നത് ഇത്തരത്തിലുള്ള AAAയുടെ ബാറ്ററികളാണ്. സോ അത് കുറച്ച് നല്ല ക്വാളിറ്റിയിൽ തന്നെ യൂസ് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് റിമൂവ് ചെയ്യേണ്ടി വരില്ല. ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത് ചീപ്പായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ സിങ്ക് കാർബൺ യൂസ് ചെയ്തിട്ടുള്ള AAAയുടെ ബാറ്ററിയാണ്. ഈ ബാറ്ററി വളരെ അധികം ലൈഫ് കുറവാണ്. സാധാരണ ഒരു നോർമൽ ഡുറാസെല്ലിൻ്റെ ബാറ്ററി അതേപോലെ ലൈഫ് കിട്ടാറില്ല. അപ്പോൾ ഡുറാസെൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള റിമൂവ് ചെയ്യുന്നത് ഒഴിവാക്കുകയും ചെയ്യാം. അതുപോലെ കുറച്ചധികം നാൾ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ ഈ സാധാരണ നോർമൽ വരുന്ന ബാറ്ററികൾ, ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ബാറ്ററികളിൽ പെട്ടെന്ന് അതിൻ്റെ ലീക്കായി ബാറ്ററി ആയിട്ടുള്ള കോണ്ടാക്റ്റ് വരുന്ന ഭാഗത്ത് തുരുമ്പൊക്കെ അല്ലെങ്കിൽ അവിടെ കൊറോഷനൊക്കെ വരാറുണ്ട്. അപ്പോൾ ആൽക്കലൈൻ ബാറ്ററികൾ അത് സാധാരണ ബാറ്ററികൾ കുറവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് സാൻഡ് പേപ്പർ ഇട്ടൊന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ കോണ്ടാക്റ്റ് കിട്ടും. അത്തരത്തിൽ തുരുമ്പ് പിടിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു റിമോട്ട് കൂടെ അത്തരത്തിൽ ചെയ്ത് നോക്കാം. ഇതുപോലെ ബാറ്ററി ലൂസായിട്ട് വരുന്നൊരു കംപ്ലയിൻറ്റ് ഇതിനുണ്ട്. അപ്പോൾ നമുക്ക് സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ ഒന്ന് കൂട്ടി കൊടുക്കാം. വളരെ സിമ്പിളാണ്, ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളാണ് ഈ കാര്യം. ജസ്റ്റ് ആ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ജസ്റ്റ് ആ സ്പ്രിങ് ഒന്ന് മേലോട്ട് വലിച്ചു വിടുക. ഒരുപാട് വലിക്കരുത്, കാരണം അതിൽ നിന്ന് കോണ്ടാക്റ്റ് വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വിട്ടു പോരുവാണെങ്കിൽ സർക്യൂട്ട് ബോർഡ് നമ്മൾ രണ്ടാമത് സോൾവ് ചെയ്ത് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ ചെയ്തതിന് ശേഷം നമ്മൾ നല്ലൊരു ബാറ്ററി വാങ്ങിച്ച് അതിനകത്ത് ഇടുകയാണെങ്കിൽ കുറേ അധികം ലൈഫ് നമുക്ക് ബാറ്ററിക്കും അതുപോലെ റിമോട്ട് കംപ്ലയിൻ്റ് ആവാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇങ്ങനെ റിമോട്ട് അടി കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇനി ഒഴിവാക്കുക. ഇത്തരത്തിലുള്ള കാരണം കൊണ്ടാണ് അതിങ്ങനെ വരുന്നതെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ റിമോട്ട് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. മൊബൈലിൻ്റെ ക്യാമറയിലോട്ട് അടിച്ച് കഴിഞ്ഞാൽ അത് വർക്കിംഗ് ആണോ ഇല്ലയെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.